Hello guys, welcome to market analysis video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബെസ്റ്റ് ചാർട്ട് പാറ്റേൺ ആണ്. ആ പാറ്റേൺ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു വിന്നിംഗ് ട്രേഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാർട്ട് പാറ്റേൺ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, നിങ്ങളത് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ്ങിൽ വളരെ അധികം പ്രയോജനപ്പെടുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആയിരിക്കും ഇത് എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. സോ ഇങ്ങനെ ഒരു ചാർട്ട് പാറ്റേൺ വരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചാർട്ട് പാറ്റേണിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കാം. സോ ഇങ്ങനെ ഒരു ചാർട്ട് പാറ്റേൺ വരികയാണെങ്കിൽ നമുക്ക് ഒരു ബൈയിങ് സൈഡും അതുപോലെ സെല്ലിംഗ് സൈഡും ട്രേഡ് നമുക്ക് നോക്കാൻ പറ്റും. സോ നമുക്ക് ആദ്യമായിട്ട് തന്നെ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അങ്ങനെ ഒരു ചാർട്ട് പാറ്റേൺ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടത് എന്നൊക്കെ വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. സോ ഫസ്റ്റ് നമ്മൾ മാർക്കറ്റിന്റെ ഓവറോൾ കണ്ടീഷൻ ആദ്യം നോക്കണം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. സോ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ ഫസ്റ്റ് 1 ഡേ ചാർട്ടിൽ, അതായത് ഡെയിലി ചാർട്ടിൽ നമുക്ക് പോയിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് ഇപ്പോൾ കണ്ടീഷൻ എന്ന് നോക്കാം. ഇന്നത്തെ ഈ ഒരു ബിഗ് റെഡ് ക്യാൻഡിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതിന് മുമ്പുള്ള ക്യാൻഡിൽ ഒന്ന് നോക്കാൻ പറ്റും. സോ ഇവിടെ മാർക്കറ്റിന്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ്. സോ നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ ചാർട്ടിലൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്തിട്ടും ബാങ്ക് നിഫ്റ്റി ഇതുവരെ ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്ത് പോലും എത്താൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് ഇവിടെ ഈ കാണുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ശരിക്കും ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. പക്ഷെ ആ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ അതിന്റെ പിറ്റേ ദിവസം നല്ലൊരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു സെല്ലിംഗ് പ്രഷറിലാണ് മാർക്കറ്റ് ഉള്ളത്. സോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റ് ഇപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറിലാണ്, അതായത് മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് ഉണ്ട്. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ ആണ്. സോ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു വീക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി നമ്മൾ ചെയ്യാനുള്ളത്, നമുക്ക് നേരെ 5 മിനിറ്റ് ക്യാൻഡിലേക്ക് പോവാം. സോ ഫസ്റ്റ് ചാർട്ടിൽ നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രീവിയസ് ഡേ ഉള്ള മൂവ്മെന്റ് ഒക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ്. സോ പ്രീവിയസ് ഡേ മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് കഴിഞ്ഞ ഒരു 4 ഡേയ്സ് ആയിട്ട് ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ്, അതായത് മാർക്കറ്റ് ഈ ഒരു ഞാൻ വരച്ച ഈ ഒരു ലൈനിന്റെ ഉള്ളിൽ മാത്രമാണ് കഴിഞ്ഞ ഒരു 5 ട്രേഡിംഗ് സെക്ഷൻ, അതായത് ഒരു ദിവസം മാത്രം ബ്രേക്ക് ഔട്ട് ഉണ്ടായി, പക്ഷെ ആ ഒരു സസ്റ്റെയിൻ ചെയ്യാതെ തന്നെ പിറ്റേന്ന് തന്നെ ആ ഒരു റേഞ്ചിന്റെ അകത്തേക്ക് വന്നു. സോ കഴിഞ്ഞ 5 ദിവസം ഒരേ റേഞ്ചിന്റെ അകത്താണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കറിയാം ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ ആ റേഞ്ചിൽ ഒന്നെങ്കിൽ ബ്രേക്ക് ഔട്ട് അപ്പ് സൈഡ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സൈഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത്, സോ മാർക്കറ്റിൽ ഫസ്റ്റ് നമ്മൾ വീക്ക്നെസ് ആണെന്ന് മനസ്സിലാക്കി മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസം റേഞ്ച് ബോണ്ട് ആണെന്നും നമ്മൾ 5 മിനിറ്റ് ചാനൽ മനസ്സിലാക്കി. ഇനി നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. സോ അതിൽ നിന്ന് ഗ്യാപ് ഡൗൺ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വീക്ക്നെസ് ആണ്. വീക്ക്നെസ്സിൽ തന്നെയാണ് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. സോ ഇന്നലത്തെ ക്ലോസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ മാർക്കറ്റ് ഒരു വീക്ക് ആണെന്ന് നമ്മൾ ആ ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്, ഈ ഒരു ലൈനാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. സോ അതിനുശേഷം മാർക്കറ്റ് എന്താണ് ചെയ്തത്? ഫസ്റ്റ് ചെയ്തത് ഒരു ബൈയിങ്ങിലേക്ക് ഒരു മൂവ്മെന്റ് തന്നു. ബൈയിങ് എന്ന് വെച്ചാൽ സാധാരണ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് മാർക്കറ്റിന് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഒരു 2 ക്യാൻഡിൽ ഒരു ബൈയിങ് സൈഡ് മൂവ്മെന്റ് തന്നു. പക്ഷേ
മാർക്കറ്റിന് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നമുക്ക് മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു, അവിടെ ഒരു വീക്ക്നെസ് ഉണ്ട്. ആ ഗ്യാപ് ഡൗൺ മാർക്കറ്റ് ഫസ്റ്റ്, അതായത് ഓപ്പൺ ചെയ്ത ഉടനെയുള്ള ഒരു ബൈയിങ്ങിൽ ആ ഗ്യാപ്പ് മാർക്കറ്റിന് ഫില്ല് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് രണ്ട് വീക്ക്നെസ് അവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് അതിന്റെ പ്രീവിയസ് ഡേ ഹൈയും ലോ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. സോ പ്രീവിയസ് ഡേ ലോ എന്ന് പറയുന്നത് ഇവിടെയാണ്, പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഇന്നത്തെ കണ്ടീഷൻ നോക്കുകയാണ്, മാർക്കറ്റ് പ്രീവിയസ് ഡേ ആ ഒരു റേഞ്ചിന്റെ താഴെയാണ്. സോ മാർക്കറ്റിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെ പഠിച്ചു. ഒന്ന്, മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. രണ്ട്, ഗ്യാപ്പ് ഫസ്റ്റത്തെ ബൈയിങ്ങിൽ മാർക്കറ്റിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു പ്രീവിയസ് ഡേ റേഞ്ചിന്റെ താഴെയാണ് ഇപ്പോഴും ട്രേഡ് നടക്കുന്നത്. സോ മൂന്ന് വീക്ക്നെസ് ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. സോ എന്നിട്ട് നമ്മൾ നോക്കാം അതിനുശേഷം മാർക്കറ്റ് എന്താണ് ചെയ്തത്. മാർക്കറ്റ് ഇവിടുത്തെ ഈ ഒരു റേഞ്ച്, നമ്മൾ ഈ ഒരു 5 ദിവസത്തെ ഈ ഒരു റേഞ്ച് കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അത് എക്സ്ട്രാ നമുക്ക് പോയിന്റ് ആയിട്ട് ആഡ് ചെയ്യും. സോ ഈ ഒരു വലിയൊരു സെല്ലിംഗ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പ്രീവിയസ് ഡേ റേഞ്ച് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ആ ബൈയിങ് സൈഡ്, അതായത് ഫസ്റ്റ് ഉണ്ടായ ബൈയിങ് മൂവ്മെന്റിൽ നിന്ന് മാർക്കറ്റ് ഒരു വി ഷേപ്പ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ നമുക്ക് തന്നു. സോ ഇങ്ങനെ ഒരു വി ഷേപ്പ്, അതായത് ഈ ഒരു ബൈയിങ് കംപ്ലീറ്റ്ലി മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ്ലി ഈ ഒരു റിവേഴ്സൽ ഫസ്റ്റ് ബൈയിങ്സിങ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ ഈ ഒരു സെല്ലിങ് മൊത്തം റിവേഴ്സ് ആക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റും. സോ ഇതാണ് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു ട്രേഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ട്രേഡുകൾ നമ്മൾ വെയിറ്റ് ചെയ്ത് മാത്രമേ, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ട്രേഡ് പോസിബിൾ അല്ല. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇങ്ങനെയുള്ള ഒരു ട്രേഡ് നമുക്ക് കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഈ ട്രേഡ് കിട്ടും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത്, പക്ഷെ ചില ദിവസങ്ങളിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു സെല്ലിങ്ങിലേക്ക് തന്നെയാണ് മാർക്കറ്റ് പോയത്. കാരണം മാർക്കറ്റ് വീക്ക് ആണെന്ന് നമ്മൾ മാർക്കറ്റിന്റെ ഓരോ കണ്ടീഷൻ വെച്ച് നമ്മൾ മനസ്സിലാക്കി. സോ ഇതാണ് ഫസ്റ്റ് ഒരു സെല്ലിംഗ് സൈഡുള്ള ട്രേഡ് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് നോക്കാം, ബൈയിങ് സൈഡ്. സോ അതിനുവേണ്ടി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾക്ക് ഫസ്റ്റ് ഒരു ബൈയിങ് സൈഡ് എന്തൊക്കെ കണ്ടീഷൻ വെച്ചിട്ട് നോക്കാമെന്ന്. സോ നമ്മൾ ഇന്നത്തെ കണ്ടീഷനിൽ നിഫ്റ്റിയിൽ ഒരു മുമ്പത്തെ ഒരു ചാർട്ടാണ് ഞാൻ അതിന് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇവിടെ കാണാം ഈ ഒരു ചാർട്ട്. ഇവിടെ 26 ഓഗസ്റ്റ് മൺഡേ ഉള്ള ഒരു ചാർട്ടാണ് ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തത്. ഇത് സെയിം കണ്ടീഷൻ തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻ ഇവിടെ എങ്ങനെയാണ്, ഈ ഒരു 26 ഡെയിലി ക്യാൻഡിൽ നമുക്കൊന്ന് നോക്കാം മാർക്കറ്റ് എവിടെയാണ് ഉള്ളത്. സോ നമുക്ക് ഡെയിലി ക്യാൻഡിൽ നിഫ്റ്റിയുടെ പോവുകയാണെങ്കിൽ ഫസ്റ്റ് 26 നോക്കുകയാണെങ്കിൽ ഇതാണ് 26 ക്യാൻഡിൽ. അതായത് മാർക്കറ്റ് ഇങ്ങനെ ഒരു ഡൗൺ സൈഡ് തന്നിട്ട് ഇവിടുന്ന് ഒരു റിവേഴ്സൽ തന്നിട്ട് മാർക്കറ്റ് ഒരു അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണിത്. സോ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, വലിയൊരു സെല്ലിംഗ് പ്രഷർ ഒന്നും കാണിക്കുന്നില്ല. സോ നമുക്ക് അത് കൺസിഡർ ചെയ്യാം ഇന്നൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ നോക്കേണ്ടത്. കാരണം മാർക്കറ്റ് ഈ ഒരു കണ്ടീഷനിലാണ്, ഒരു ബൈയിങ് മൂവ്മെന്റിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. 26 ചാർട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്, ഇന്നത്തെ ചാർട്ടല്ല, 26 ഓഗസ്റ്റിലെ ചാർട്ടാണ്. അത് 26 ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ചാർട്ട് പാറ്റേൺ, ഈ ഒരു ചാർട്ടാണ് 26 വരുന്നത്. സോ ഇതിന്റെ താഴെയുള്ള ചാർട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബൈയിങ് സൈഡാണ്. സോ നമുക്കൊരു ബൈയിങ് സൈഡ് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ ഒരു മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബൈയിങ് സൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തു. ഡെയിലി ക്യാൻഡിൽ നമ്മൾ ഒരു ബൈയിങ് സൈഡാണ് മാർക്കറ്റ്
ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കാം. 5 മിനിറ്റ് ക്യാൻഡിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ചാർട്ടിലേക്ക് പോകും. 26 ഓഗസ്റ്റിൽ വരുന്ന ചാർട്ടാണ്. സോ ഇതാണ് അത് ചാർട്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ അതേ കണ്ടീഷൻ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ എവിടെയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഒരു ഗ്യാപ്പ് അപ്പിലാണ്. ഓക്കെ, ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെല്ലിംഗ് ക്യാൻഡിലാണ് നമുക്ക് ഫസ്റ്റ് തന്നത്. സോ സെല്ലിംഗ് ക്യാൻഡിൽ നോക്കുമ്പോൾ ഈ സെല്ലിംഗ് ക്യാൻഡിൽ മാർക്കറ്റ് വീക്ക് ആണെങ്കിൽ, ഈ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് വീക്ക് ആണെങ്കിൽ മാർക്കറ്റ് ആ ഫസ്റ്റ് ഉള്ള ആ സെല്ലിങ്ങിലെ തന്നെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. സോ മാർക്കറ്റ് സ്ട്രെങ്ത്സ് ആണ്. ഓവറോൾ ഡെയിലി ക്യാൻഡിൽ നമ്മൾ നോക്കി, അവിടെയും മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി, അതും സ്ട്രെങ്ത് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് ആ ഫസ്റ്റ് വരുന്ന ആ സെല്ലിംഗ് ക്യാൻഡിലിന് മാർക്കറ്റിൽ ആ ഗ്യാപ്പ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അതായത് മാർക്കറ്റിൽ ആ ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്തു. സോ ഇനി നോക്കേണ്ടത് മാർക്കറ്റിന്റെ പ്രീവിയസ് ഡേ കണ്ടീഷൻ. പ്രീവിയസ് ഡേ കണ്ടീഷൻ എന്താണ്? മാർക്കറ്റ് 2 ദിവസം റേഞ്ചിലാണ് മാർക്കറ്റ് ഉണ്ടായത്. സോ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 2 ലൈൻ ഇവിടെ നമുക്ക് നോക്കാം. ഈ ഒരു റേഞ്ചിന്റെ അകത്താണ് കഴിഞ്ഞ ദിവസം. മാർക്കറ്റ് ഇന്നത്തെ കണ്ടീഷൻ എന്താണ്? അതിന്റെ ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. സോ ഓവറോൾ നമ്മൾ 3 ഇൻഡിക്കേറ്റർ 3 നോക്കി. അതായത് ഒന്ന് ഡെയിലി ക്യാൻഡിൽ മാർക്കറ്റ് ബൈയിങ് സൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് അപ്പിലാണ്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റ് ഉടനെ തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ മാർക്കറ്റ് 2 ദിവസമുള്ള റേഞ്ചിന്റെ മുകളിലാണ്, അതായത് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് മുകളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് എന്താണ്? മാർക്കറ്റിൽ ഒരു വി ഷേപ്പ് റിക്കവറി. അതിവിടെ ഈ ഒരു സെല്ലിങ്ങിനെ കംപ്ലീറ്റ്ലി മാർക്കറ്റ് വി ഷേപ്പായിട്ട് റിക്കവർ ചെയ്തു. ഇവിടെ നിന്നാണ് നമ്മൾ ട്രേഡ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ്, അടുത്ത ഒരു ട്രേഡ് നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം. അതേപോലെ തന്നെ നമ്മൾ സെല്ലിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ട്രേഡാണ് ഇവിടെ നോക്കുന്നത്, ബൈയിങ് സൈഡ്. സോ സെല്ലിങ്ങിൽ എന്താണ് നമ്മൾ നോക്കിയത്? അവിടെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിട്ട് ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്തു, വി ഷേപ്പ് റിക്കവറി ആയി സെല്ലിംഗ് സൈഡ്. ഇവിടെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്തു, പിന്നെ വി ഷേപ്പ് റിക്കവറി, പിന്നെ പ്രീവിയസ് ഡേ ഹയർ. അങ്ങനെ ഒരു 5 കണ്ടീഷൻസ് ആണ് ഈ ഒരു ട്രേഡിന് വരുന്നത്. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ട്രേഡുകൾ എല്ലാ ദിവസവും ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല. പ്രീവിയസ് ഡേ, മെയിൻലി പ്രീവിയസ് ഡേ റേഞ്ചിൽ ഉള്ള ഒരു ദിവസമാണെങ്കിൽ, അതായത് ഇതിന്റെ 2 ദിവസം 3 ദിവസം ഒക്കെ ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് ആണ് ഉള്ളതെങ്കിൽ, അത് കഴിഞ്ഞിട്ട് ഒരു വരുന്ന ട്രേഡിംഗ് ഡേ ആയിരിക്കും അധികം ഇങ്ങനെയുള്ള ഒരു ട്രേഡ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേണുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയും, നിങ്ങൾ ചാർട്ടിനെ വളരെ കൃത്യമായി, ചാർട്ട് ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്, ചാർട്ടിൽ എന്താണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ടോ, ഫസ്റ്റ് സിങ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചാർട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ട്രേഡ്. കാരണം ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാർട്ട് ഇങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് എവിടെയും ട്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. ചാർട്ടിനെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒന്നിൽ തന്നെ ട്രേഡ് ചെയ്യണം. നിങ്ങൾക്ക് ഏതൊരു മാർക്കറ്റിൽ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ചാർട്ടിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ട്രേഡ് ചെയ്യാം, നിങ്ങൾക്ക് ഏതൊരു ഇൻസ്ട്രുമെന്റിലും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ട് പാറ്റേണിനെ വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വീക്ക്നെസ്സും അതിന്റെ സ്ട്രെങ്ത്തും ഒക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ പഠിക്കാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ലേണിംഗ് വീഡിയോസുമായിട്ട് ഇനിയും ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.